പൈ നെറ്റ്വർക്ക് ഇന്ത്യ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് KYCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പല പല കാര്യങ്ങൾ കൊണ്ട് KYC സ്റ്റക്കായി പോയവരുടെ കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അതായത് പൈ നെറ്റ്വർക്കിന്റെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള പൈനിയേഴ്സ് അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് KYCയുടെ സ്ലോട്ട് അവൈലബിൾ അല്ല എന്ന് കാണിക്കുന്നതാണ്. പലരും KYC പൈ ബ്രൗസറിൽ പോയി KYC ക്ലിക്ക് ചെയ്യുമ്പോൾ അവർക്ക് സ്ലോട്ട് അൺഅവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. ആ പ്രോബ്ലം ഏതാണ്ട് പൈ കോർ ടീം പരിഹരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന അറിവ്. എന്തെന്ന് വെച്ചാൽ 1.2 മില്യൺ ആൾക്കാർക്കുള്ള സ്ലോട്ടുകൾ അനുവദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് സ്ലോട്ടുകൾ അനുവദിക്കാനുള്ള ത്വരിതഗതിയിലുള്ള നടപടികൾ നടന്നു വരുന്നു എന്നുള്ള വിവരമാണ് പൈ കോർ ടീം അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമതായി ഒരുപാട് അപേക്ഷകൾ പൈ കോർ ടീം ആപ്ലിക്കേഷൻ KYC ആപ്ലിക്കേഷൻസ് തന്നെ റിജക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇങ്ങനെ റിജക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അപേക്ഷകൾക്ക് വീണ്ടും തെറ്റ് തിരുത്തി റീസബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട്. ഇങ്ങനെ 2.5 lakhs ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും എന്നുള്ളതാണ് പൈ കോർ ടീം അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ടെൻറ്റേറ്റീവായിട്ട് KYC പാസ്സായ ഒരുപാട് ആളുകൾ നിലവിൽ വളരെയധികം ദുഃഖിതരാണ്. കാരണം അവര് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ KYC ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അവരുടെ മെയിൻനെറ്റ് ചെക്ക് ലിസ്റ്റ് നോക്കുമ്പോൾ KYCയുടെ റിസൾട്ട് പാസ്ഡ് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ലാസ്റ്റിലത്തെ സ്റ്റെപ്പ് ഓറഞ്ച് കളറായി ക്യൂവിൽ കിടക്കാൻ, മൈഗ്രേഷൻ ക്യൂവിൽ കിടക്കാൻ തുടങ്ങിയിട്ട് വളരെയധികം കാലമായി. അപ്പൊ അവരങ്ങനെ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് വാലിഡേറ്റർ ആകാനും കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇങ്ങനെ ടെൻറ്റേറ്റീവായിട്ട് KYC പാസ്സായ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ 2 ലക്ഷം ആളുകളുടെ ടെൻറ്റേറ്റീവായിട്ട് പെൻഡിങ് ആയിട്ട് കിടന്ന കാര്യങ്ങളെല്ലാം തന്നെ പൈ കോർ ടീം പാസ്സാക്കിയിട്ടുണ്ട്. 1,22,000 ആൾക്കാരുടേത് ഇപ്പോ റീപ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ടെൻറ്റേറ്റീവ് KYC ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ, അതായത് നിങ്ങൾ KYCയുടെ സ്ലോട്ട് പൈ ബ്രൗസർ എടുത്തിട്ട് അതിന്റെ KYC എന്ന് പറയുന്ന ആ ഭാഗം ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓറഞ്ച് കളറിൽ മാത്രം വന്ന് കിടക്കുന്ന ആൾക്കാരുണ്ട്. ടെൻറ്റേറ്റീവ്ലി പാസ്ഡ് എന്ന് കാണിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ നിരവധി ആൾക്കാർ ഇതിനോടകം തന്നെ പാസ്സായി കഴിഞ്ഞു. ഇനി കുറച്ചു പേരുടേതുണ്ട്. 1,22,000 പേരുടേത് റീപ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വിത്തിൻ 2 വീക്സ് തന്നെ നിങ്ങളുടെ ഈ പ്രശ്നം സോൾവ് ആവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ടെൻറ്റേറ്റീവായിട്ട് KYC പാസ്സായവരാണ്, പക്ഷെ പൂർണ്ണമായും പാസ്സായിട്ടില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ മൈഗ്രേഷനും നടന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ 2-3 കാര്യങ്ങൾ ചെയ്യുക. ഒന്ന്, പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ നിർബന്ധമായി അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സപ്പോർട്ട് പോർട്ടലിൽ പോയിട്ട് നിങ്ങൾ മെയിൽ അയക്കുക. മെയിൽ അയച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു 2 വീക്സിനുള്ളിൽ എന്തായാലും നിങ്ങളുടെ KYC പാസ്സാവും, അതുപോലെ തന്നെ നിങ്ങളുടെ മൈഗ്രേഷനും നടക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുപോലെ ഇനി 4ാമത്തെ ഒരു കാര്യമുണ്ട്. അതായത് ഒരു കാര്യവും ഇല്ലാതെ പെൻഡിങ് കാണിക്കും, KYC പെൻഡിങ്, KYC അണ്ടർ റിവ്യൂ എന്ന് കാണിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസുകൾ എന്ന് പറഞ്ഞാൽ ഇത് നെറ്റ്വർക്കിന്റെ, അതായത് പൈ നെറ്റ്വർക്കിലെ ഒരു ബഗിന്റെ ഇഷ്യൂ ആണ് എന്നാണ് പൈ കോർ ടീം അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതായത് നമ്മളെ ലൈവ്നെസ് ചെക്കിംഗ് നടത്തുമല്ലോ, അതായത് നമ്മൾ പൈ ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ലപ്പ് ചെയ്യുന്ന സമയത്ത് അവസാനം നമ്മൾ ക്യാമറ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ചിൻ അപ്പ്, ചിൻ ഡൗണ്, അതുപോലെ തന്നെ ഫേസ് ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ തിരിച്ച് നമ്മൾ എടുക്കുന്ന ആ ലൈവ്നെസ് ചെക്കിന്റെ ഉള്ളിൽ ഒരു ബഗ് ഉണ്ട്. അപ്പൊ ആ ബഗ്ഗാണ് ഈ പ്രോബ്ലംസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ബഗിന്റെ പ്രോബ്ലം ഇപ്പൊ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു കാരണവും ഇല്ലാതെ KYC പെൻഡിങ് കാണിക്കുന്നവർക്കും പെട്ടെന്ന് തന്നെ പാസ്സായ വിവരം വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളും ഇത് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ഇനി അപ്കമിങ് ആയിട്ടുള്ള ചില അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് KYCയുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ള വിവരമാണ് നമ്മുടെ പൈ കോർ ടീം അറിയിച്ചിട്ടുള്ളത്. ഒന്നാമത്, ടെൻറ്റേറ്റീവ് ആയിട്ട് അപ്രൂവൽ ആകുന്ന ആ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, അതിൽ ആപ്പിൽ തന്നെ ചില മോഡിഫിക്കേഷൻസ് കൊണ്ടുവന്നിട്ട് അങ്ങനെയുള്ള ഇഷ്യൂസ് അപ്പൊ തന്നെ സോൾവ് ചെയ്യാനുള്ള ഒരു അപ്ഡേറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്തായി വരുന്ന ഒരു അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് പയനിയേഴ്സ് എൻകൗണ്ടർ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്, അതായത് നെയിം മിസ്മാച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ പൈ ഇങ്ങനെ ഒരു ലെവലിലേക്ക് പോകുന്നത് നമ്മൾ ആരും വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ പലരും അവരുടെ പെറ്റിന്റെ നെയിമും അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ വിളിക്കുന്ന നെയിമും ഒക്കെയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ KYC വന്നപ്പോൾ ആധാറിന്റെ പേര് കൊടുക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ പൈ നെറ്റ്വർക്കിൽ നമ്മൾ ജോയിൻ ചെയ്ത സമയത്തുള്ള പേരും അതുപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആധാറിലെ നെയിമും തമ്മിൽ ഒരുപാട് അജഗജാന്തരം വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറിയ വ്യത്യാസം വരുന്നത് തന്നെ റിജക്റ്റ് ആയിട്ടുണ്ട്.
അപ്പോ അങ്ങനെ റിജക്റ്റ് ആയവർക്കുള്ള ആശ്വാസകരമായ ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത്. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരത്തെ പൈ കോർ ടീം 2 ആഴ്ച നെയിം ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പലരും ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ആ ഓപ്ഷൻ ഉപയോഗിച്ച് നെയിം ചേഞ്ച് ചെയ്തവർക്ക് എല്ലാവർക്കും അതിന്റെ പ്രയോജനം കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും പൈ കോർ ടീം അവരുടെ നമ്മുടെ പ്രൊഫൈലിൽ നെയിം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. പക്ഷെ ഒന്ന്, അങ്ങനെ റിജക്റ്റ് ആയവർക്ക് റീസബ്മിഷൻ ഉള്ള ഒരു ഓപ്ഷൻ വരും. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. 2, നിങ്ങൾ പ്രൊഫൈൽ നോക്കുക, അവിടെ നിങ്ങൾക്ക് നെയിം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും എനേബിൾ ആയി വരും. ഓക്കെ, അപ്പോ ഇങ്ങനെ വരുമ്പോ പൈ കോർ ടീം പറയുന്നത് ഒരു ചെറിയ ഫൈൻ, ഒരു എന്താ പറയാ അതിന്, ഒരു ഇങ്ങനെ ഇത് ചേഞ്ച് ചെയ്യുന്നതിന് ഒരു ചെറിയ പെനാൽറ്റി ഈടാക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എത്ര പെനാൽറ്റി ആണെങ്കിലും അതൊരു റീസണബിൾ ഫൈൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ 100 കോയിൻ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു 10% കൂടാൻ വഴിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പെനാൽറ്റി എന്നൊക്കെ കേട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. വളരെ തുച്ഛമായിട്ടുള്ള ഒരു 100 കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പോയാൽ ഒരു 10 കോയിൻ അവർ പെനാൽറ്റി ആയിട്ട് കൊണ്ടുപോകും. ബാക്കി 90 കോയിൻസും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഇപ്പൊ പൈ കോർ ടീം, അതാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. പൈ കോർ ടീം പെനാൽറ്റി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത്രയും അപ്ഡേറ്റ്സ് നമ്മുടെ പയനിയേഴ്സിന് വളരെ വളരെ സന്തോഷം നൽകുന്ന അപ്ഡേറ്റ്സുകളാണ്. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, എന്നും പൈ മൈൻ ചെയ്തുകൊണ്ടേയിരിക്കുക. 2, പൈ മെയിൻനെറ്റിന്റെ ചെക്ക് ലിസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പാസ്വേഡ് ഇതുവരെ അപ്ഡേറ്റ് ചെയ്യാത്തവർ ദയവായി പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യുക. എന്തെങ്കിലും KYC ഇഷ്യൂ ഉള്ളവർ സപ്പോർട്ട് പോർട്ടലിൽ പോയിട്ട് നിങ്ങളുടെ KYC ഇഷ്യൂ ഏതാണെന്നുള്ളത് ടിക്ക് ചെയ്തതിന് ശേഷം പൈ കോർ ടീമിന് മെയിൽ അയച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഇത് മതി. സക്സസ് ഈസ് നോട്ട് so far, okay, and every cloud has a silver lining and every problem will be solved within a very short span of time. So keep self motivated and keep mining, and also please keep watching Pi Network India for more details. So thank you for watching Pi Network India. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് KYC ചെയ്യാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ദയവായി നിങ്ങൾ 7293162589 എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. ഫ്രീ ആയിട്ട് നിങ്ങൾക്കുള്ള ആവശ്യമായ എല്ലാ സഹായങ്ങളും തരുന്നതായിരിക്കും. കാരണം നമ്മളെല്ലാവരും KYC പാസ്സാവണം, എല്ലാവരുടെ കയ്യിലും കോയിൻസ് ഉണ്ടാവണം, ലിസ്റ്റിംഗ് ഡേറ്റിൽ എല്ലാവരും ലാഭം ഉണ്ടാക്കണം എന്നുള്ളതാണ് പൈ നെറ്റ്വർക്ക് ഇന്ത്യയുടെ ആഗ്രഹം. നമ്മൾ കുറച്ചു കാലം നമ്മൾ വീഡിയോ ചെയ്തില്ല. വീഡിയോ ചെയ്യാത്തതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. വീഡിയോ ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾ കാണുകയും ചെയ്യും, എനിക്ക് യൂട്യൂബ് റവന്യൂ കിട്ടുകയും ചെയ്യുമായിരുന്നു. പക്ഷെ നമ്മൾ ഒരാളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾ ഒരാൾക്ക് എന്താ പറയാ, പലരും പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കുറച്ചു കാലം വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. പക്ഷെ ഇപ്പോ നമ്മുടെ മുന്നിൽ ഒരു സമയം, ഒരു ടൈം ഫ്രെയിം ഉണ്ട്. നിങ്ങൾ എല്ലാവരും മൈൻഡ് ചെയ്യുക. തീർച്ചയായും ജനുവരി 20 അമേരിക്കയിൽ പുതിയ പ്രസിഡന്റും ഭരണകൂടവും നിലവിൽ വരും. അത് കഴിഞ്ഞാൽ പൈ നെറ്റ്വർക്കിന്റെ ശരിക്കുള്ള പൊട്ടൻഷ്യൽ വെളിയിൽ വരാൻ പോവുകയാണ്. ട്രംപ് ഭരണകൂടം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഏത് നിമിഷവും, അതായത് ഈ മാസം മെയിൻ നെറ്റ് ഓപ്പൺ ആയില്ലെങ്കിൽ അടുത്ത മാസം 20 കഴിഞ്ഞാൽ ഏത് സമയവും പൈ നെറ്റ്വർക്ക് അതിന്റെ മെയിൻ നെറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിനിടയിലുള്ളിൽ തന്നെ പൈ നെറ്റ്വർക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംഭവിക്കാനുള്ള ടൈമും സഫീഷ്യന്റ് ആയിട്ടുള്ള സമയവും ഉണ്ട്. അപ്പോ നിങ്ങൾ എല്ലാവരും നമുക്ക് വർദ്ധിത വീര്യത്തോടെ നമുക്ക് മൈൻഡ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും സക്സസ് ഈസ് വെയിറ്റിംഗ് ഫോർ us. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് Pi Network India.